ലോകം ആഹ്ലാദിച്ചിടും ഈ ക്രിസ്മസ് രാവിൽ. ഈ ക്രിസ്മസ് രാവിൽ തിളങ്ങും ഈ ക്രിസ്മസ് രാവിൽ കമ്പിത്തിരിയും നിന്റെ കള്ളച്ചിരിയും ലോകം ആഹ്ലാദിച്ചിടും ഈ ക്രിസ്മസ് രാവിൽ. ഒന്ന് പെട്ടെന്ന് പാടാ. ചിരിയും ലോകം ആഹ്ലാദിച്ചിടും ഈ ക്രിസ്മസ് രാവിൽ. ചെല്ലടാ അങ്ങോട്ട്. തോമാച്ചാ, എന്റെ പെങ്ങളെ പ്രേമിക്കുന്ന ഞാൻ സഹിക്കും, പക്ഷെ ഇവളെ കൂട്ടി ഞങ്ങളുടെ കരോള് തുലയ്ക്കാൻ നീ കാണിച്ച പണിയുണ്ടല്ലോ, അത് സഹിക്കില്ല കേട്ടോ. എന്താണ് നിനക്ക് കുമാർക്ക് പാട്ടുണ്ടാക്കി കൊടുക്കാൻ ഇത്ര സുഖമായിട്ട് വീട്ടിൽ പടി. അവളൊരു പാട്ട് കൂതും. മിണ്ടരുത് നീ, നല്ല കീറുമടിക്കുന്നതിനടുത്ത് മിണ്ടരുന്നല്ലോ പറഞ്ഞ. ഇതാണോ കരോൾ ഗാനം? കഷ്ടം. എടി ഇങ്ങോട്ട് വരാൻ പാട്ടിയും പഠിപ്പിക്കുന്നു. എൻ്റെ ഭിക്ഷാപാത്രത്തിൽ വീഴുന്ന നന്മയുടെ നാണയം നീയാണെങ്കിൽ എൻ്റെ യാചനയും നീ തന്നെയല്ലേ? എൻ്റെ സ്വാദിഷ്ടമായ ഭക്ഷണം നീയാണെങ്കിൽ എൻ്റെ വിശപ്പും നീ തന്നെയല്ലേ? നീ പ്രളയമാകുന്നു, അപ്പോൾ വരൾച്ചയും നീ തന്നെയല്ലേ? തെറ്റും ശരിയും, നന്മയും തിന്മയും, ജയവും പരാജയവും, ഇരുളും വെളിച്ചവും, ആഴവും ഉന്നതിയും. സ്വർഗരാജ്യം കാംക്ഷിക്കുന്ന നിന്റെ മാത്രം പ്രജയായ എനിക്ക് ഇതിനുള്ള മറുപടി തരാൻ നീ ബാധ്യസ്ഥനാണ്. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ അത് നിപതിക്കും. സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിപ്പിൻ. നിർത്തടേ, ഈ ആവേശമൊക്കെ വീട്ടിൽ ചെന്നിട്ട് മതി, ഇവിടെ വേണ്ട. കുട്ടി, അങ്ങനെയാണോ ഞാൻ എഴുതി തന്ന വരികൾ? ഒന്ന് ശ്രദ്ധിക്കൂ പ്ലീസ്. കുട്ടി ഇങ്ങോട്ട് നോക്കൂ, ഞാൻ പറയുന്നത് കേൾക്കൂ, അതുപോലെ പാടിയാൽ മതി, വളരെ ഈസിയാണ്. നോക്കിയോളൂ. ദേ, പുൽക്കൂട്ടിൽ നാഥനോ ഭൂജാതനായി, അവിടെ ഒരു നിർത്ത്. അടുത്ത്, ലോകത്തെ രക്ഷിപ്പാൻ വന്നിടുന്നു, അവിടെ ഒരു നിർത്ത്. ഇനിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വരി, ശ്രദ്ധിച്ചോണേ. ജോസേട്ട നീ
വീണ്ടും തരുമോ ഈ പാത്രത്തിൽ 100 രൂപ? എങ്ങനെയുണ്ട്? എന്നാൽ നമുക്ക് ആദ്യം മുതൽ തുടങ്ങാം. 1 2 3 4 ക്രിസ്മസ് ഈ പാത്രത്തിൽ 100 രൂപ. പറയാം. ഹലോ, എന്നതാ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നേ? അല്ല, കഴിഞ്ഞ വർഷമേ നമ്മുടെ ആ തോട്ടത്തിലെ വർഗീസില്ലയോ, വർഗീസ് വെറും 100 ഉലുവയാ തന്നു. ഈ പ്രാവശ്യം അങ്ങനെ വിട്ടാ പറ്റിയല്ല. ഇത്രയേ ഉള്ളോ കാര്യം? ഇത് കണ്ടോ? ഇതിലോട്ടൊന്ന് നോക്കിയേ. ചുമ്മാതല്ല ഇതൊന്നും എഴുതി വെച്ചേക്കുന്നത്. ഞാൻ നിന്നെ സമ്മതിച്ചു. ഇപ്രാവശ്യം 500 രൂപയെങ്കിലും കിട്ടാതെ നമ്മൾ അയാളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന പ്രശ്നമേ ഇല്ല. ഓ ശരിയെന്നാ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇയാള് കഞ്ഞിത്തരല കാണിച്ചു. അതിലൊന്നും ഒരു കാര്യമില്ലെന്നേ. നോക്കി എത്ര ഉണ്ടെന്ന്. 300 രൂപ. ജോസ് എല്ലാ പിള്ളേരുടെയും ശ്രദ്ധയ്ക്ക് പറയാണ്, നേരത്തെ കാണിച്ച പോലെ കാണിക്കരുത്. അടുത്ത വീട്ടിൽ ചെല്ലുമ്പോൾ ഉഷാറാവണം എല്ലാവരും കേട്ടോ. ഓക്കെ ചേട്ടാ, അത് എഴുതിക്കോ അതിന്റെ അകത്തേക്ക്. ഈ പൊട്ടക്കണ്ട കൊണ്ടോ നമ്മളെ കട്ടിലപ്പോത്തിന്റെ തീം വരുന്നുണ്ട്. വരട്ടടാ. ഇന്ന് അവന്മാരെക്കാളും ഒരു 10 അടിയെങ്കിലും നമ്മൾ കൂടുതൽ അടിക്കണം. തയ്യാറായി നിന്നോ? നിങ്ങൾ എന്ത് ഭ്രാന്താ പറയുന്നേ? ഇതിലെന്തിനാ ഒരു മത്സരം? ഓ ശരി, സമ്മതിച്ചു. നമ്മൾ വെറുതെ ഇരിക്കാം. അതുപോലെ അവന്മാര് ചുമ്മാ പോകുമെന്ന് നമുക്ക് നോക്കാം. എന്താ? തോലയ്ക്കും ഒന്ന് ചുമ്മാ ഇരിക്കേണ്ട അവസ്ഥ പേട്ടാ. നമ്മൾ സാധാ താളത്തിൽ അടിച്ചു പോയാലേ അവന്മാര് നമ്മുടെ മെക്കിട്ട് അടിച്ചു കയറും. അതിന് നമ്മൾ അവസരം ഉണ്ടാക്കരുത്. സണി ഓക്കെ. ഇത്തവണ നമുക്ക് മോളിൽ പോകരുത് അവന്മാരുടെ ശബ്ദം. അവന്മാര് കൈവയ്ക്കാതെ നോക്കണം. തോറ്റാ പിന്നെ കയ്യാങ്കളിയാ മോനിയുടെ സണ്ണിയുടെ ഒക്കെ ഇടപാട്. അപ്പൊ തുടങ്ങിക്കോ. കൺകൾ രണ്ടും ദേവ, കൺകൾ രണ്ടും